ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. നല്ല ഫ്രഷ് ചീര നമുക്കിന്നലെ അൽവഫയിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് വൃത്തിയാക്കി വാഷ് ചെയ്തെടുക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും പുഴുക്കത്തിലുണ്ടോ, കേടായ ഇലകളുണ്ടോ, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതിനുശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ചീരയൊക്കെ കിട്ടുമ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. എന്ത് ചീര, ഇപ്പോൾ മാർക്കറ്റിൽ പോയാൽ ചീര വരെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയിലായി. പ്രവാസികളുടെ ഒരു കഷ്ടപ്പാടേ അല്ലേ. എന്തൊക്കെയാണെങ്കിലും കുറച്ച് പച്ചക്കറിയൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ A to Z കിട്ടും എന്നാണല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. സവോളയും അരിഞ്ഞെടുക്കുക. സാധാരണ കൊച്ചുള്ളിയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാം, ഇന്നലെ ഞാൻ ഉള്ളിയുടെ വില നോക്കിയപ്പോൾ 24 റിയാലായിരുന്നു. അതുകൊണ്ട് ആ വശത്തോട്ട് മൈൻഡ് ചെയ്യാനേ പോയില്ല. നമുക്ക് ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് പച്ചമുളക് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ചീരയെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് തട്ടിക്കുടഞ്ഞിടണം. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം ഓൾറെഡി ചീരയ്ക്ക് നല്ല വെള്ളം ഉണ്ട്. പിന്നെ അതിലോട്ട് ലാസ്റ്റ് നമുക്ക് തേങ്ങായും കൂടി ഇട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ ചീരത്തോരൻ റെഡി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മീ.